ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് വ്ളോഗ്സ്. തിരുവാതിര ദിവസം ഉണ്ടാക്കിയ തിരുവാതിര പുഴുക്ക് ആണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണിത്. എനിക്കറിയാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. തിരുവാതിര ദിവസം മാത്രം ഇത് ഉണ്ടാക്കണമെന്നില്ല, അല്ലാത്ത ദിവസങ്ങളിലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. കാവത്ത്, മധുരക്കിഴങ്ങ്, കായ, ചേമ്പ് കിഴങ്ങ്, ചേന, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മത്തൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതിൽ എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ഇടണം എന്നാണ് കേട്ടോ. കൂർക്ക, അതുപോലെ തന്നെ കൊള്ളി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മധുരക്കിഴങ്ങും മത്തനും, പിന്നെ കായ, ചേനയും കാവത്ത് കിഴങ്ങും. ഇതിൽ കുറച്ച് വൻപയർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഒരു 10 മിനിറ്റ് വച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം അത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു 3 വിസിൽ. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരവാം. ഒരു തേങ്ങ ഏകദേശം ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, എരിവിന് ആവശ്യത്തിനുള്ള, ഇത് അധികം എരിവില്ലാത്തതാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് ഇടുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. പയർ ഏകദേശം ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത ശേഷം വേവിക്കാനായിട്ട് വയ്ക്കാം. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 വിസിൽ. ഇത് നന്നായിട്ട് വെന്ത് ഉടയണമെന്നില്ല. കുറച്ച് കഷ്ണങ്ങൾ നന്നായി വേകുന്ന കഷ്ണങ്ങളുണ്ടല്ലോ, മത്തൻ, മധുരക്കിഴങ്ങ്, അതെല്ലാം പെട്ടെന്ന് വെന്ത് ഉടയും. മറ്റുള്ള കഷ്ണങ്ങളെല്ലാം കുറച്ച് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് തന്നെ ഇരിക്കും വേണം. കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും മുളകും എല്ലാം കഷ്ണങ്ങളിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൂട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ, ഇതിങ്ങനെ കുഴമ്പ് രൂപത്തിൽ ആവുന്നതാണ്. നമ്മളിങ്ങനെ തിക്ക് ഫോമിലായിട്ട് എടുക്കുന്നതാണ്. തേങ്ങയെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം മതിയാക്കാം. നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പഴയ കാലത്തൊരു നൊസ്റ്റാൾജിക് വിഭവമാണിത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും, എങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ കാണാം. ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്ക് മതിയാക്കാം. ഇപ്പോൾ കാണുന്ന ഈ ഗ്രേവി ഉണ്ടല്ലോ, അത് ചൂടാറുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ടാവും. ഓക്കെ, ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുറേ പുതിയ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഞാൻ കുറേ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ആര്യ ലൈസ് വ്ളോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും.